ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. നമ്മളൊരു ATV ട്രാക്കിൽ പോയി അതിൻ്റെ ഇനാഗ്രേഷൻ ആണെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി റീൽസ് ഇട്ടായിരുന്നു. അപ്പം ഇന്നാണ് ആ ദിവസം. അപ്പം ഒരുപാട് പേര് വിളിച്ചു. അപ്പോൾ ഇന്ന് നോമ്പ് സമയം, അതുപോലെ തന്നെ എക്സാമൊക്കെ സമയം ആയതുകൊണ്ട് ആൾക്കാർ ആരും വരത്തില്ലെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും അപ്പം ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അവിടെ പോയി ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് ഇന്നൊരു വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം കേരളത്തിൽ തന്നെ ആദ്യത്തെ അറിയാൻ വയ്യ, പക്ഷേ ട്രിവാൻഡ്രം ജില്ലയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം. അതും ഇത്രയ്ക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇവിടെ ATV ട്രാക്കും കാര്യങ്ങളൊക്കെ ഓടിക്കാനായിട്ട് പറ്റും. ഒരുപാട് ആൾക്കാർ ആഗ്രഹം ഒരുക്കി, ഈ വണ്ടി കാണുമ്പോൾ തന്നെ ഒന്ന് ഓടിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം തോന്നും. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഓടിച്ച് ജമ്പൊക്കെ അടിച്ച് സ്കിഡും കാര്യങ്ങളൊക്കെ അടിച്ച് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിന്ന് സമയം കളയുന്നില്ല, നേരെ നമ്മളെ സ്പോട്ടിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാം. റൈഡ് X7 എന്നും പറഞ്ഞാണ് ഈ ഒരു ടീമിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നേരെ പോകുന്ന പൊന്മുടിയിലോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതും. പൊന്മുടി ആ ലൊക്കേഷനിലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നമുക്ക് പൊന്മുടി പോകാം. അപ്പോൾ ഇന്ന് വരാൻ പറ്റാത്ത ആരും തന്നെ വിഷമിക്കേണ്ട, ലൊക്കേഷൻ പൊന്മുടിയാണ്. എല്ലാവരും നല്ലോണം ക്ഷീണിക്കും, പക്ഷേ ഇനി അടിക്കും ഒരു 5-6 ലാപ്പെങ്കിലും അടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതാ എങ്ങനെയുണ്ട്, ബാക്കി എല്ലാവരും വണ്ടി ഓടിക്കണം നോക്കാം. ഗൈസ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു സാധനം ഓടിക്കണമെന്ന് തന്നെ. അത് നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു എക്സ്പീരിയൻസ് തന്ന നമ്മളുടെ മാത്യൂസ് പ്രോ കൂടെ ഉണ്ട്. എന്തായിരുന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഒരു സാധനം ട്രിവാൻഡ്രത്ത് തന്നെ പ്രോ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും ഇതൊരു മെമ്മറീസ് പോകാത്തൊരു സാധനമാണ്. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഉള്ള ഒരു ട്രാക്കും കൂടി ഉണ്ടാക്കി ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓടിച്ചോണ്ട് തന്നെ വീണ്ടും ഓടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ A-Star കഥ ഓടിച്ച് വന്ന് തളർന്ന് നിൽക്കുകയാണ്. എങ്ങനെയുണ്ടാ? അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇനി അതും കൂടെ ട്രൈ ചെയ്യണം. ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓടിച്ചോട് എന്തായാലും മസ്റ്റായിട്ട് ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും ആൾക്കാരൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുതൽ കേട്ടോ. വേറെ ഒന്നും കൂടെ ഉണ്ട്, അത് അവിടെ വീഡിയോക്ക് കാര്യങ്ങളൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിന് ഇപ്പോൾ കിട്ടിയോളൂ. ഇതിന് ശേഷം ഞാൻ മറ്റേ വണ്ടി ഓടിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു. രണ്ടും സെയിം CC ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് പരിചയപ്പെടുത്തേണ്ട വണ്ടിയല്ല, ഇവിടുത്തെ ഓണറാണ് മാത്യു ആൻ്റണി. മച്ചാനാണ് നമുക്ക് ഇവിടെ ഈ ട്രാക്ക് സെറ്റ് ചെയ്തത് കേട്ടോ. ഒരുപാട് സന്തോഷം. ട്രിവാൻഡ്രം ജില്ലയിൽ ഇങ്ങനെയൊരു സംഭവം എൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. അതിന് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് ബ്രോ. നമുക്ക് എല്ലാവർക്കും പൊന്മുടി ഭാഗത്തേക്ക് എന്തായാലും ആൾക്കാർ വരുമല്ലോ. പൊന്മുടി ഭാഗത്തേക്ക് വരാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് പൊന്മുടിയെക്കാരും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഇപ്പോൾ കുറച്ച് വെയിലാണ്, കുറച്ച് വൈകിട്ടൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല വൈബായിരിക്കും അല്ലേ. ഇപ്പോൾ കുറച്ച് ടയർഡൊക്കെ ആകും. അപ്പോൾ വരുന്നവരൊക്കെ നമുക്ക് ഈ 250 രൂപ മാത്രമേ ഇവിടുത്തെ 250 രൂപയ്ക്ക് 2 ലാപ്പ് ഏകദേശം 1 ലാപ്പ് ഏകദേശം ദൂരം അളക്കുവാണെങ്കിൽ 750 മീറ്റർ വരുന്നത്. 750 ഏകദേശം 1.5 കിലോമീറ്ററിനടുത്ത് നമുക്ക് ഒരു 250 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. പെട്രോളിന്റെ പൈസ ആവുന്നില്ലെന്ന് തോന്നുന്നല്ലേ. അതെ, 250 CCയുടെ വണ്ടിയാണ്. അപ്പോൾ മൈലേജിന്റെ കാര്യം ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. നമ്മുടെ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടും നമ്മുടെ ഒരു ക്രൈസ് ഇതായതുകൊണ്ടും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രം. ഇത് ഫുള്ള് ഇവരുടെ ഫാമിലി ഫുള്ള് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. ഈ ഒരു ട്രാക്ക് ഫുള്ള് സെറ്റാക്കി എടുത്തത് ഒരു കാടാണ്. ആ കാടിനകത്ത് ഇത്രയും വലിയൊരു ബ്യൂട്ടി ആക്കി എടുത്തതാണ്. ഈ വണ്ടിക്ക് ഏകദേശം എത്ര രൂപ ബ്രോ? ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഈ വണ്ടിക്ക് തന്നെ വിലയുണ്ട്. ഇത് എവിടെ നിന്ന് ഇമ്പോർട്ടിങ് ആണ്? ഇത് തായ്വാൻ മേക്കാണ് വരുന്നത്. നമുക്കിവിടെ ഡൽഹിയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ വഴി നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുത്തതാണ് ഈ വണ്ടി അല്ലേ. അതെ. മറ്റേ ഓറഞ്ച് സെയിം സ്ഥലത്ത് തന്നെ എടുത്തത്. പ്രൈസ് രണ്ടും സെയിം തന്നെ അല്ലേ? പ്രൈസ് വന്നിട്ട് ചെറിയ വ്യത്യാസമുണ്ട്, ഒരു 30 ആ ഒരു റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. ഇതിന്റെയൊക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് എങ്ങനെയാണ് അത്? അല്ല, നമുക്ക് ലോക്കൽ മെക്കാനിക് ഉണ്ട്. ഇത് സാധാരണഗതിയിൽ നമുക്ക് ലോക്കൽ മെക്കാനിക്കിന് റെഡിയാക്കാൻ പറ്റുന്ന സാധാരണ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. സാധാരണ ബൈക്കിന്റെ എല്ലാ പാർട്സും കൂടെ ആ ഒരു രീതിയിൽ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു വണ്ടി. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് പൊന്മുടി കല്ലാറല്ലേ ഇത്? അതെ, കല്ലാർ ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്താണ് വരുന്നത്. കല്ലാർ ചെക്ക് പോസ്റ്റ് ഇവിടെ നിന്ന് ഏകദേശം 200 മീറ്ററിനടുത്ത് ദൂരം വരത്തുള്ളൂ.
അപ്പോൾ അതിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ പൊന്മുടിയിലൊക്കെ വരുന്നവർ, പൊന്മുടി വരുന്നവരല്ല, ഇവിടെ വരുന്നവർക്ക് പൊന്മുടി കാണാം, അതായിരിക്കും ഏറ്റവും എളുപ്പം പറയാൻ. നിങ്ങൾക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ വരുന്നവർക്ക് നിങ്ങൾക്ക് ഇത് വൈകുന്നേരം ഇത് കഴിഞ്ഞിട്ട് പൊന്മുടി പോയി മഞ്ഞൊക്കെ കണ്ട് അവിടുത്തെ മലയും കുന്നും എല്ലാം കണ്ട് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് ഇവിടെ തീർക്കാൻ കേട്ടോ. അപ്പം വരുന്നവരെല്ലാവരും, അപ്പം ഞാൻ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും മച്ചൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നമുക്ക് ഓറഞ്ച് ATV ട്രാക്ക് ബൈക്ക് ദിവസം ഒന്ന് ഓട്ടിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഓറഞ്ച് ബൈക്ക് എടുക്കാം. സെറ്റ് സ്റ്റാർട്ട് കേട്ടോ. ഇത് എഞ്ചിൻ സ്വിച്ചാണ്. ഇത് ഓണാക്കിയിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കാൻ നേരത്ത് സ്റ്റാർട്ടാവും. പിന്നെ ഇത് ഗിയറാണ്. ഇതിൻ്റെ താഴോട്ടിടാകത്ത് റിവേഴ്സ് വരും. ഇത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല പവറാണ്. മറ്റേ ബ്ലാക്കിനെ കാട്ടി പവർ കൂടുതലാണ് ഈ വണ്ടിക്ക്. കൺട്രോൾ ചെയ്യാനുള്ള ഇപ്പം ബ്ലാക്ക് ATV ബൈക്കാണ്. ഇത് കുറച്ച് അൺകൺട്രോളാണ്, പക്ഷെ കിടിലം പവറാണ് കേട്ടോ. കിട്ടിയതേക്കാം. ഓ സീൻ. അല്ല, എവിടെയാണ് കയറി പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഓറഞ്ച് ATV ബൈക്ക് കേട്ടോ. സംഭവം സീനാണ്. ഇത് എവിടെ വേണം കയറി പോയിക്കോളൂ. സംഭവം ഇത് റോഡ് ലീഗിലല്ല. റോഡ് ലീഗിലായിരുന്നെങ്കിൽ നമുക്ക് ഇത് കൊണ്ട് ഉറുമ്പിക്കര അല്ലെങ്കിൽ മറ്റുള്ള ഇടുക്കി ഓഫ് റോഡും കാര്യങ്ങളും ഇത് കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. വളരെ വൈബാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്ത നിങ്ങൾക്ക് ഇവിടെ ഹെൽമെറ്റ് വെക്കണം, അതുപോലെ തന്നെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് മാത്രമേ ഇങ്ങനെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓറഞ്ച് വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ചാൽ ഇതാണ്. ഇതിൻ്റെ ടയറിൻ്റെ ഫോമോ എല്ലാം വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ അഗ്രസീവാണ്. ആ ബ്ലാക്ക് വണ്ടി അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ അഗ്രസീവാണ്. ഇതിൻ്റെ സസ്പെൻഷനൊക്കെ കുറച്ചും കൂടെ ഹാർഡാണ്. ജമ്പൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ഇതാണ്. കുറച്ച് പവറും കൂടുതൽ ഇതിന്. രണ്ടും 250cc തന്നെ. ടോർക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ ആരെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വരുന്ന ബേക്കിലത്തെ ടൈൽ സെക്ഷൻ നോക്കാനത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്യൂൽ എക്സോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ സൗണ്ടിൻ്റെ കേസ് നോക്കാൻ നേരത്തും നല്ല ചേഞ്ച് ആട്ടോ. എക്സോസ്റ്റിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് കിട്ടും. കുറച്ചും കൂടെയൊക്കെ നമ്മൾ എക്സോസ്റ്റ് ഓടിക്കുന്ന ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു അഗ്രസീവ് ഇല്ല. അപ്പോൾ ആ ഒരു ഫീല് ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വരുന്നവരെന്തായാലും 2 ലാപ്പുണ്ട്. ആ 2 ലാപ്പിൽ അതിങ്ങനെയാണെങ്കിൽ ഓണത്തെ വിളിച്ചതിന് ചോദിക്കണം. ഒരു ലാപ്പ് അതിലും ഒരു ലാപ്പ് ഇതിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ 2 വണ്ടി നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് പറ്റും. എന്തായാലും 2 വണ്ടി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ എന്തായാലും 2 റൗണ്ടിൽ എന്തായാലും ഇവിടെ നിർത്താൻ പോകുന്നില്ല. 250 രൂപയ്ക്കാണ് 2 റൗണ്ട് കിട്ടുന്നത്. പക്ഷേ 2 റൗണ്ടിൽ എന്തായാലും നിങ്ങൾ നിർത്തത്തില്ല. 5 റൗണ്ടെങ്കിലും മാക്സിമം എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് പോകും. അമ്മാതിരി ഫീലാണ്. നിങ്ങൾ ബൈക്കൊക്കെ ഓടിച്ച് കുറച്ച് അഡ്വഞ്ചറൊക്കെ പോകുന്ന ആളാണെങ്കിൽ നിങ്ങളിവിടെ 5 അല്ലെങ്കിൽ 10 റൗണ്ടെങ്കിലും മാക്സിമം എടുക്കും. ഇപ്പോൾ ഞാൻ തന്നെ ഇന്നലെ തന്നെ ഒരു 6-7 റൗണ്ട് എടുത്ത്, ബാക്കി ഇന്നൊരു 10 റൗണ്ടെങ്കിലും മാക്സിമം എനിക്ക് എടുക്കണം കേട്ടോ. എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ നമ്മൾ മാത്യു ആൻ്റണിയുടെ ഫാദറാണ് ഈ കാണുന്നത്. അപ്പോൾ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് തോന്നുന്നു കേട്ടോ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട്? വളരെ ഒരു സന്തോഷവും അഭിനന്ദനവും നേരാനേ ഉള്ളൂ. തെരഞ്ഞെടുത്ത ഒരു ഫീൽഡ് വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട്. അതിപ്പം ഈ ഒരു പ്ലാൻ നിങ്ങളുടെ അടുത്താണ് ആദ്യം പറഞ്ഞതല്ലേ? ഞങ്ങളുടെ ആലോചിച്ചായിരുന്നു. അതെ. ഇപ്പൊ ഫാമിലി, അച്ഛനും അമ്മ എല്ലാവരും പൂർണ്ണ സപ്പോർട്ടാണ്. അതാണ്, ഇങ്ങനെ വേണം ഒരു ഫാമിലി ആയ കേട്ടാ. മക്കളുടെ ഡേ ആൻഡ് നൈറ്റ് ഞങ്ങൾ കൂടെ നടന്ന് വർക്ക് ചെയ്യണം. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ ഒരു ഏരിയ ഫുള്ള് കാടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മ ഇവർ ഫാമിലി സപ്പോർട്ട് ഫുൾ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഫുള്ള് വൃത്തിയാക്കി എടുത്ത് സെറ്റപ്പ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട്. അപ്പം പരിപാടി തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് വളരാനുണ്ടല്ലോ. ഈ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടല്ലോ. അതൊക്കെ പയ്യെ എല്ലാം സെറ്റ് ആക്കുന്നതായിരിക്കും. അതൊക്കെ താങ്ക് യു കേട്ടോ. ഓക്കെ, നിങ്ങളൊക്കെ വീണ്ടും വരണം ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളെ മാത്യു ആൻ്റണിയുടെ കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവരുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഞാൻ ചോദിച്ചു നോക്കി. എല്ലാവരും ഓടുതാ. എന്ത് തോന്നുന്നു ഈ ഒരു സംഭവത്തിനെ പറ്റി നിങ്ങൾക്ക്? സന്തോഷം, നല്ല സന്തോഷമാണ്. ട്രൈ നോക്കിയായിരുന്നു നിങ്ങൾ 2 ദിവസം ട്രൈ നോക്കിയല്ലേ? ഓക്കെ. അപ്പം മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് വരണം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഓക്കെ. കസിൻസും അമ്മയും പെങ്ങളാണല്ലേ? ഓക്കെ. അപ്പോൾ ഇവരുടെ അഭിപ്രായം ജസ്റ്റ് ചോദിച്ചോ. എങ്ങനെയുണ്ട് ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള അഭിപ്രായം? നല്ലൊരു അഡ്വഞ്ചർ സ്പോട്ടാണ് ഇതിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഓരോരുത്തർ അറിഞ്ഞു വന്നാൽ മാത്രമേ ഇതിനെ പറ്റിയുള്ളതെല്ലാം അറിയാൻ പറ്റുള്ളൂ. എന്തായാലും പ്രത്യേകിച്ച് ഇപ്പോഴുള്ള യൂത്ത് പയ്യന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ട്രക്കിംഗ് ഹണ്ടിങ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും സെറ്റ് ആയിരിക്കും. ആദ്യമായിട്ടാണ് പൊന്മുടി പോകണ എല്ലാവർക്കും റൈഡേഴ്സിനൊക്കെ ലൊക്കേഷൻ അടിപൊളിയാണല്ലേ? വൈബും
ഓക്കെ അമ്മയുടെ എന്താണ് ഫുൾ സപ്പോർട്ടായിരുന്നാ എല്ലാത്തിനും? ഫുൾ സപ്പോർട്ടായിരുന്നു. എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹം ഉണ്ട് അവന്. അത് തന്നെ ഉള്ളൂ. ഉറപ്പായിട്ടും. അപ്പോൾ ഇനി അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ എല്ലാവരും കിടിലാണ് കേട്ടോ. ഫാമിലി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം, എല്ലാവരും ഒരേപോലെ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നത്. വണ്ടി കണ്ടില്ലേ, ഒരേ വീല് മറ്റേതിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കാണ്. അപ്പം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഓരോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നിന്ന് ഇപ്പോൾ ഈ ഒരു വണ്ടി നിൽക്കുന്ന കണക്ക് ഇനി അങ്ങോട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ആകുന്നത്. ഫസ്റ്റായിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു കിടലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.